Next section 9.6 tangent planes and normal lines. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ ഗ്രേഡിയന്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുമെന്നും ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഗ്രേഡിയന്റ് വെക്ടർ യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിച്ചിരുന്നു. ഇനി നമുക്ക് ഗ്രേഡിയന്റ് വെക്ടറിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. ആദ്യം ടു വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഗ്രേഡിയന്റ് വെക്ടറിന്റെ ജിയോമെട്രിക്കൽ മീനിങ് നോക്കാം. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ടു വേരിയബിൾ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് വാല്യൂ സി അറ്റൈൻ ചെയ്യുന്ന ഡൊമൈനിലെ പോയിന്റ്സുകളുടെ കളക്ഷൻ എക്സ് വൈ പ്ലെയിനിലെ ഒരു കേവ് ആയിരിക്കുമെന്നും ആ കേവിനെയാണ് ലെവൽ കേവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് ഡിനോട്ട് ചെയ്യുന്നതെന്നും നിങ്ങൾ സെക്ഷൻ 9.4 പഠിച്ചിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ലെവൽ കേവ്സ് കിട്ടും. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ടു വേരിയബിൾ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ലെവൽ കേവ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് വിചാരിക്കുക. വേർ സി ഈസ് എനി കോൺസ്റ്റന്റ്. ആ കേവ് ഒരു സ്പെസിഫൈഡ് പോയിന്റ് പി ഓർഡേഡ് പെയർ എക്സ് നോട്ട് വൈ നോട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നും അസ്യൂം ചെയ്യുന്നു. ഓർഡേഡ് പെയർ എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന ലെവൽ കേവിൽ ഒരു പോയിന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സി ആയിരിക്കും. ആ ലെവൽ കേവിനെ എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്നീ രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. വേർ എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് ടി നോട്ട് ആൻഡ് വൈ നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് ടി നോട്ട് ഫോർ സം പാരാമീറ്റർ വാല്യൂ ടി നോട്ട്. ഫോർ എനി പാരാമീറ്റർ വാല്യൂ ടി എഫ് ഓഫ് ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി ഈക്വൽ ടു സി ആയിരിക്കും. ഈക്വേഷന്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കറിയാം ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണെന്ന്. അതുപോലെ ലെവൽ കേവിന്റെ വെക്ടർ ഇക്വേഷൻ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആണെങ്കിൽ ടാൻജന്റ് വെക്ടർ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ആണ്. അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. സോ നമുക്ക് ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇൻ പർട്ടിക്കുലർ അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡോട്ട് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. സോ പോയിന്റ് പിയിലെ ടാൻജന്റ് വെക്ടർ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് നോൺ സീറോ ആണെങ്കിൽ ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടാൻജന്റ് വെക്ടർ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ടിനോട് ഓർത്തോഗണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദി ലെവൽ കർവ് അറ്റ് പി. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ആർബിട്രറി ലെവൽ കർവ് തന്നിട്ടുണ്ട്. ആ ലെവൽ കർവിൽ ഒരു പോയിന്റ് പി ഓർഡേഡ് പെർ എക്സ് നോട്ട് വൈ നോട്ടും പോയിന്റ് പിയിൽ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് കേവിനോട് ടാൻജന്റ് ആണ്. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് ഓർഡേഡ് പെർ എക്സ് നോട്ട് വൈ നോട്ട് ഈ ടാൻജന്റ് വെക്ടറിനോട് ഓർത്തോഗണൽ അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ ആ പോയിന്റിൽ ലെവൽ കേവിനോടും ഓർത്തോഗണൽ ആയിരിക്കും ഗ്രേഡിയന്റ് വെക്ടർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു minus x square plus y square passing through ordered pair 2 3. Graph the gradient at the point. ഒരു ടു വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡൊമൈനിൽ ഒരു പോയിന്റും ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ലെവൽ കർവ് കണ്ടുപിടിക്കുവാനും ഗിവൺ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഗ്രാഫ് ചെയ്യുവാനുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ സി അറ്റൈൻ ചെയ്യുന്ന ഡൊമൈനിലെ പോയിന്റ്സുകളുടെ കളക്ഷൻ ആണ് ആ ഫംഗ്ഷന്റെ ഒരു ലെവൽ കേവ്. സോ ഒരു ലെവൽ കേവിന്റെ പ്രത്യേകത ആ കേവിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ലെവൽ കേവ് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് ഓർഡേഡ് പെയർ 2 3. കേവിലെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് എഫ് ഓഫ് 2 3യുടെ വാല്യൂ എത്രയാണോ അതായിരിക്കും സിയുടെ വാല്യൂ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് ഓർഡേഡ് പെയർ 2 3 ഈക്വൽ ടു
minus 4 plus 9 which is equal to 5. So c equal to 5. So നമുക്ക് f of xy equal to 5 എന്ന ലെവൽ കേർവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. f of xy equal to 5 implies that minus x square plus y square equal to 5. That is y square minus x square equal to 5. ഇതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. വേർട്ടിസസ് y ആക്സിസിൽ വരുന്ന ഹൈപ്പർബോള. ഓർഡേഡ് പെയർ 0,5, ഓർഡേഡ് പെയർ 0,-5 ഇവയാണ് ഇതിന്റെ വെർട്ടിസസ്. ആ കർവ് ഓർഡേഡ് പെയർ 2, 3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ഹൈപ്പർബോള ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ലെവൽ കേർവിലെ ഓർഡേഡ് പെയർ 2, 3 എന്ന പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ കൂടി ഗ്രാഫ് ചെയ്യുവാനുണ്ട്. ഹിയർ del f of xy equal to dou f by dou xi plus dou f by dou yj. Dou f by dou x equal to minus 2x ഉം dou f by dou y equal to 2y ആയതുകൊണ്ട് del f of xy equal to minus 2xi plus 2yj. So del f of ordered pair 2, 3 equal to minus 4i plus 6j. So ordered pair 2, 3 എന്ന പോയിന്റിൽ minus 4i plus 6j എന്ന വെക്ടർ ഗ്രാഫ് ചെയ്യുന്നു. ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ -4,6 എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ -4i plus 6j. ആ വെക്ടറിനെ അതിന്റെ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ചേഞ്ചസ് വരുത്താതെ ഓർഡേഡ് പെയർ 2, 3 എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. അതിവിടെ ഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് വെക്ടറിന്റെ ജോമെട്രിക്കൽ മീനിങ് നോക്കാം. w ഈക്വൽ ടു ക്യാപിറ്റൽ f of xyz എന്ന 3 വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ c അറ്റൈൻ ചെയ്യുന്ന ഡൊമൈനിലെ പോയിന്റ്സുകളുടെ കളക്ഷൻ സ്പേസിലുള്ള ഏതെങ്കിലും സർഫസ് ആയിരിക്കുമെന്നും ഈ സർഫസിനെയാണ് ലെവൽ സർഫസ് ക്യാപിറ്റൽ f of xyz ഈക്വൽ ടു c എന്ന് വിളിക്കുന്നതെന്നും സെക്ഷൻ 9.4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. w ഈക്വൽ ടു ക്യാപിറ്റൽ f of xyz എന്ന ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ലെവൽ സർഫസ് ക്യാപിറ്റൽ f of xyz ഈക്വൽ ടു c കൺസിഡർ ചെയ്യുന്നു. വേർ c ഈസ് എനി കോൺസ്റ്റന്റ്. ആ ലെവൽ സർഫസ് p ഓടെ ട്രിപ്പിൾ x0, y0, z0 പാസ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ പോയിന്റ് p യിലൂടെ പാസ് ചെയ്യുന്ന ക്യാപിറ്റൽ f of xyz ഈക്വൽ ടു c എന്ന ലെവൽ സർഫസിൽ ലൈ ചെയ്യുന്ന ഒരുപാട് സ്പേസ് കേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും കേർവ് ആണ് c എന്ന് വിചാരിക്കുക. ആ കേർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x ഈക്വൽ ടു f of t, y ഈക്വൽ ടു g of t, z ഈക്വൽ ടു h of t with x0 ഈക്വൽ ടു f of t0, y0 ഈക്വൽ ടു g of t0, z0 ഈക്വൽ ടു h of t0 ഫോർ സം പാരാമീറ്റർ വാല്യൂ t0 എന്ന് അസ്യൂം ചെയ്യുക. ലെവൽ സർഫസിലെ ഏത് പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫിന്റെ വാല്യൂ കോൺസ്റ്റന്റ് c ആണ്. നമ്മൾ ചൂസ് ചെയ്ത കേർവ് c ഈ ലെവൽ സർഫസിൽ കംപ്ലീറ്റ്ലി ലൈ ചെയ്യുന്നതുകൊണ്ട് ആ കേർവിലെ ഏത് പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിലും ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫിന്റെ വാല്യൂ കോൺസ്റ്റന്റ് c ആയിരിക്കും. കേർവ് c യുടെ പാരാമെട്രിക് ഇക്വേഷൻസ് x ഈക്വൽ ടു f of t, y ഈക്വൽ ടു g of t, z ഈക്വൽ ടു h of t ആണ്. So for any parameter value t, capital F of t, g of t, h of t equal to c ആയിരിക്കും. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou f by dou x into dx by dt plus dou f by dou y into dy by dt plus dou f by dou z into dz by dt equal to 0 എന്ന് കിട്ടും. That is dou f by dou xi plus dou f by dou yj plus dou f by dou zk dot dx by dt I plus dy by dt j plus dz by dt k equal to 0 എന്ന് കിട്ടും. 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലുള്ളതുപോലെ തന്നെ del f of xyz equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk ആണ്. അതുപോലെ ടാൻജന്റ് വെക്ടർ വെക്ടർ r dash of t equal to dx by dt I plus dy by dt j plus dz by dt k. So del f of xyz dot vector r dash of t equal to 0
for any point on the curve C. In particular, del f of order triple x naught y naught z naught dot vector r dash of t naught equal to 0. So point P യിലെ ടാൻജന്റ് വെക്ടർ വെക്ടർ r dash of t naught നോൺ സീറോ ആണെങ്കിൽ ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ del f of order triple x naught y naught z naught ടാൻജന്റ് വെക്ടർ വെക്ടർ r dash of t naught നോട് ഓർത്തോഗണലായിരിക്കും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന ലെവൽ സർഫസിൽ ലൈ ചെയ്യുന്ന പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആർബിട്രറി കേവ് ആണ് സി. ഇതുപോലെ പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഏത് കേവ് ചൂസ് ചെയ്താലും കേവിന്റെ പോയിന്റ് പിയിലെ ടാൻജന്റ് വെക്ടർ ഗ്രേഡിയന്റ് വെക്ടറിനോട് ഓർത്തോഗണലായിരിക്കും. കേവ് ചേഞ്ച് ചെയ്യുന്തോറും ടാൻജന്റ് വെക്ടേഴ്സ് വാരി ചെയ്യും. ബട്ട് അവയെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും ലൈ ചെയ്യുന്നത്. ഈ പ്ലെയിനിനെയാണ് ലെവൽ സർഫസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സിയുടെ പോയിന്റ് പിയിലെ ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന ലെവൽ സർഫസിൽ ലൈ ചെയ്യുന്ന ഒരുപാട് കേവ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ആ കേവ്സിനെല്ലാം പോയിന്റ് പിയിൽ ടാൻജന്റ് വെക്ടർ ഉണ്ടായിരിക്കും. പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് കേവ്സിന്റെ പോയിന്റ് പിയിലെ ടാൻജന്റ് വെക്ടർ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സോ ലെവൽ സർഫസിൽ ലൈ ചെയ്യുന്ന പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫൈനറ്റ്ലി മെനി കേവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻഫൈനറ്റ്ലി മെനി ടാൻജന്റ് വെക്ടേഴ്സ് കിട്ടും. ബട്ട് അവയെല്ലാം ഒരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ടാൻജന്റ് വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ആ യൂണിക് പ്ലെയിനിനെയാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന ലെവൽ സർഫസിന്റെ പോയിന്റ് പിയിലെ ടാൻജന്റ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. പോയിന്റ് പിയിലെ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇൻ പെർട്ടിക്കുലർ ഈ ഗ്രേഡിയന്റ് വെക്ടർ പോയിന്റ് പിയിൽ ലെവൽ സർഫസിനോടും നോർമൽ അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി ലെവൽ സർഫസ് അറ്റ് പി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ലെവൽ സർഫസ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പാസിംഗ് ത്രൂ ഓർഡർ ട്രിപ്പിൾ 1 1 1. ഗ്രാഫ് ദി ഗ്രേഡിയന്റ് അറ്റ് ദി പോയിന്റ്. ഇവിടെ ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡൊമൈനിൽ ഒരു പോയിന്റും ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ലെവൽ സർഫസ് കണ്ടുപിടിക്കുവാനും ഗിവൺ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഗ്രാഫ് ചെയ്യുവാനുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലെവൽ സർഫസിലെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ 1 1 1ന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും സിയുടെ വാല്യൂ. ഹിയർ എഫ് ഓഫ് 1 1 1 ഈക്വൽ ടു 1 plus 1 plus 1 c equal to 3. So c equal to 3. അതായത് നമുക്ക് ആവശ്യമുള്ള ലെവൽ സർഫസിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3 ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3 ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 3. ഇതാണ് ലെവൽ സർഫസിന്റെ ഇക്വേഷൻ. ഇത് ഒറിജിൻ സെന്റർ ആയിട്ട് √3 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ ഇക്വേഷൻ ആണ്. സോ √3 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന സ്ഫിയർ ആണ് നമുക്ക് ആവശ്യമുള്ള ലെവൽ സർഫസ്. അതിവിടെ റൈറ്റ് സൈഡിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓർഡർ ട്രിപ്പിൾ 1 1 1 ഈ സർഫസിൽ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ആണ് നമുക്ക് ഗ്രാഫ് ചെയ്യേണ്ടത്. ഇതൊരു 3D ഫിഗർ ആയതുകൊണ്ട് റഫായിട്ട് സ്കെച്ച് ചെയ്താൽ മതി. ജനറൽ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ വിച്ച് ഇസ് ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk. So del f of order triple 1 1 1 equal to 2i plus 2j plus 2k. So 2i plus 2j plus 2k എന്ന വെക്ടർ ഓർഡർ ട്രിപ്പിൾ 1 1 1 എന്ന പോയിന്റിൽ ഗ്രാഫ് ചെയ്യുന്നു. ഒറിജിനിൽ നിന്നും ഓർഡർ ട്രിപ്പിൾ 2 2 2 എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ 2i plus 2j plus 2k. ആ വെക്ടറിന് അതിന്റെ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ചേഞ്ചസ് വരുത്താതെ ഓർഡർ ട്രിപ്പിൾ 1 1 1 എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. അതിവിടെ ഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, find the level curve of f of xy equal to x square by 4 plus y square by 9 passing through the point
ordered pair -2, -3. Sketch the gradient at the point. Here f of -2, -3 equal to 4/4 plus 9/9 which is equal to 2. So c യുടെ വാല്യൂ 2 ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ലെവൽ കർവിന്റെ ഇക്വേഷൻ f of xy equal to 2. f of xy equal to x²/4 plus y²/9 ആയതുകൊണ്ട് x²/4 plus y²/9 equal to 2. ഇതാണ് ലെവൽ കർവിന്റെ ഇക്വേഷൻ. അതൊന്ന് അറേഞ്ച് ചെയ്താൽ x²/8 plus y²/18 equal to 1 എന്ന് കിട്ടും. That is x²/2 root 2 whole square plus y²/3 root 2 whole square equal to 1. ഇതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ആക്സിസ് y ആക്സിസ് ആയിട്ടുള്ള എലിപ്സ്. ഈ എലിപ്സ് ഓർഡേഡ് പെയർ +or-2 root 2, 0, ഓർഡേഡ് പെയർ 0, +or-3 root 2 ഈ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിവിടെ റൈറ്റ് സൈഡിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഈ എലിപ്സിൽ ഒരു പോയിന്റ് ആണ് ഓർഡേഡ് പെയർ -2, -3. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ആണ് നമുക്ക് ഗ്രാഫ് ചെയ്യേണ്ടത്. ജനറൽ ഗ്രേഡിയന്റ് വെക്ടർ del f of xy equal to ∂f/∂xi plus ∂f/∂yj which is equal to 1/4 into 2xi plus 1/9 into 2yj. That is 1/2xi plus 2/9yj. Thus del f of ordered pair -2, -3 equal to 1/2 into -2i plus 2/9 into -3j. That is -i minus 2/3j. ഈ വെക്ടർ ഓർഡേഡ് പെയർ -2, -3 എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ -1, -2/3 എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ -i minus 2/3j. ആ വെക്ടറിന് അതിന്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ചേഞ്ചസ് വരുത്താതെ ഓർഡേഡ് പെയർ -2, -3 എന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. അതിവിടെ ഗ്രാഫ് ചെയ്തിട്ടുണ്ട്. Then next question, find the level surface of capital F of xyz equal to y plus z passing through ordered triple 3, 1, 1. Find the gradient vector at that point. Here capital F of 3, 1, 1 equal to 1 plus 1 which is equal to 2. So c യുടെ വാല്യൂ 2 ആണ്. സോ നമുക്ക് ആവശ്യമുള്ള ലെവൽ സർഫസിന്റെ ഇക്വേഷൻ y plus z equal to 2. ഇതൊരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. ഓർഡേഡ് ട്രിപ്പിൾ 0, 2, 0, ഓർഡേഡ് ട്രിപ്പിൾ 0, 0, 2 ഈ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണിത്. ആ പ്ലെയിനിലെ മറ്റൊരു പോയിന്റ് ആണ് ഓർഡേഡ് ട്രിപ്പിൾ 3, 1, 1. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ ഗ്രേഡിയന്റ് വെക്ടർ del f of xyz equal to ∂f/∂xi plus ∂f/∂yj plus ∂f/∂zk. ഇവിടെ ∂f/∂x 0 ആണ്, ∂f/∂y 1 ആണ്, ∂f/∂z 1 ആണ്. സോ del f of xyz equal to j plus k. ഇതൊരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്. സോ ഗിവൺ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ del f of ordered triple 3, 1, 1 equal to j plus k. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.